റോഡപകടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായി റാണി പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾക്ക് തുടക്കമായി. റോഡ് സുരക്ഷിത് മാർഗവുമായി സഹകരിച്ചുകൊണ്ടാണ് റാണി പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കൊയിലാണ്ടി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സജീവൻ MV ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അപകടമുണ്ടാക്കുന്ന കാരണങ്ങൾ വളരെ ലളിതമായി അദ്ദേഹം വിശദമാക്കി. റോഡ് നിയമങ്ങൾ ശക്തമായി പാലിക്കണമെന്നും നിയമങ്ങൾ പാലിക്കാത്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലഹരി ഉപയോഗിച്ചും ലൈസൻസ് ഇല്ലാതെയും വാഹനമോടിച്ചാൽ കടുത്ത ശിക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിയമം വയലേറ്റ് ചെയ്യലല്ല, നിയമം പാലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അനവധി നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ട്രാഫിക് നിയമങ്ങൾ. നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാവുന്ന മൈന്യൂട്ടായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാവാം ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ആക്സിഡന്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പല പല അപകടത്തിന്റെയും കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, പക്ഷെ നമ്മളത് വയലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നമുക്കറിയാം, ഇപ്പോൾ നമ്മളിപ്പോ റോഡിൽ പോയ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, പലരും അവർക്ക് ആവശ്യമായിട്ടുള്ള നീതീകരണങ്ങൾ, നിലപാടുകൾ സ്വീകരിക്കുന്നതാണ്. അവർക്കറിയാം നിയമം എങ്ങനെയാണ്. ഇപ്പൊ ഹെൽമെറ്റ് വെച്ച് പോകുന്നത്, ഹെൽമെറ്റ് വെക്കാത്ത പോകുന്നതിന്, അല്ലെങ്കിൽ മുമ്പിൽ യാത്ര ചെയ്യുന്ന ഒരാള് പിറകിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് ഹെൽമെറ്റ് വെക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പൊ അവര് പറയുന്ന കാരണം ഇത്ര ദൂരമേ ഉള്ളൂ, എന്റെ വീട് ഇത്ര അടുത്താണ്. അപ്പൊ ഇത്ര അടുത്തായാലും ആക്സിഡന്റ് സംഭവിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് നമ്മൾ പലരും മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ പല എക്സാമ്പിൾസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും ആക്സിഡന്റ് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല. ചെറിയ ദൂരം സംഭവിച്ചു കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് നമ്മൾ നിയമം പാലിച്ചു പോയാലും, നിയമം പാലിക്കാതെ ഒരു വാഹനം എതിർഭാഗത്ത് വന്നു കഴിഞ്ഞാലും അവിടെയും ആക്സിഡന്റ് സംഭവിക്കുന്ന സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിതൊക്കെ പറഞ്ഞാൽ മുൻകരുതലാണ്. അപ്പൊ മുൻകരുതലെടുക്കുക എന്നുള്ളതാണ് നമ്മളതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അതിന്റെ ഒരു എക്സാമ്പിളാണ് ഈ സുരക്ഷിത് മാർഗ് എന്ന രീതിയിലുള്ള ഒരു മിഷൻ, ഒരു ഏജൻസി നമുക്ക് ഇത്തരത്തിലുള്ള അവയർനെസ് എടുക്കാൻ വേണ്ടിയിട്ട് സുരക്ഷിതമായ റോഡ് ഉപയോഗത്തെ സംബന്ധിച്ചുള്ള നമുക്കൊരു ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടും നിയമം പാലിക്കുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു മിഷൻ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്കൂളുകളും, കേരളത്തിൽ തന്നെ അനവധി സ്കൂളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്കൂളാണ് റാണി പബ്ലിക് സ്കൂള്. നിയമം എന്താണെന്ന് മനസ്സിലാക്കുക, അത് നമ്മൾ ഉൾക്കൊള്ളുക, നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് അതിന് പിന്നെ അത് കേട്ടോ, അതൊരു വലിയൊരു ഒഫൻസാണ്. അവന്റെ പറഞ്ഞാൽ ഒന്ന് ഓവർ സ്പീഡ്, രണ്ടാം വിത്തൗട്ട് ഹെൽമെറ്റ്, പിന്നെ മിറർ രണ്ടാമുണ്ടല്ലേ, റിയർ വ്യൂ മിറർ കണ്ടില്ലേ, രണ്ട് സൈഡിലും മിറർ വേണം. നമ്മൾ എന്താണ് മിററിന്റെ ഉദ്ദേശം? റിയർ അല്ലേ, അത് ഒരു കണ്ണാടിയല്ല, റിയർ വ്യൂ മിററാണ്. ആ വണ്ടിക്ക് പുതിയ വണ്ടിയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്, രണ്ട് കണ്ണാടിയും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ രണ്ട് കണ്ണാടി അവൻ ഊരി വെച്ചിട്ടുള്ളത്, മനസ്സിലായില്ലേ? സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ രമ്യ സ്വരൂപ സ്വാഗതം പറഞ്ഞു. ഡെയിലി നടക്കുന്ന അപകടങ്ങളുടെ എണ്ണം ഓരോ ദിവസം കൂടിക്കൂടി വരികയാണ്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് സുരക്ഷിത് മാർഗ് എന്ന സംഘടനയും റാണി പബ്ലിക് സ്കൂളും സംയുക്തമായിട്ടാണ് റോഡ് സേഫ്റ്റി ക്ലബ് എന്നുള്ള ഒരു പ്രോഗ്രാം ഇവിടെ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന്റെ റോഡ് സേഫ്റ്റി ക്ലബിന് ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൊയിലാണ്ടി SI ആയിട്ടുള്ള ശ്രീ സജീവൻ സാറാണ്. സാറ് കൃത്യമായിട്ട് കുട്ടികൾക്ക് ഗൈഡൻസ് ആണ് നമുക്കിന്ന് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മള് റോഡുകളിൽ പോയിട്ട് അവരെ ബോധവൽക്കരിക്കുകയാണ് ചെയ്തത്. ആ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കുട്ടികൾക്ക് തന്നെ പലതും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. റാണി പബ്ലിക് സ്കൂളില് ഈ പാഠ്യേതര വിഷയങ്ങൾക്ക് പുറമെ തന്നെ ഇങ്ങനത്തെ കുറെ പ്രവർത്തനങ്ങളും കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വെറും എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പല രീതിയിലും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ സമൂഹത്തിന് ഒരു അവയർനെസ് കൊടുക്കുകയാണ് റാണി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. റോഡ് സുരക്ഷാ കോർഡിനേറ്റർ അമൽ നന്ദി പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികളായ ധിയ, ഋഷഭ് എന്നിവർ സംസാരിച്ചു. സുരക്ഷിത് മാർഗ് ഇന്ത്യ ബേസ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് റാണി സ്കൂളിൽ ഞങ്ങൾ ഫോം ചെയ്താണ് ഒരു റോഡ് സേഫ്റ്റി ക്ലബ്ബാണ്. അത് ഞങ്ങൾ ഇന്ന് ചെയ്തത് ഡ്രൈവ് ടു സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു കണ്ടക്ട് ചെയ്തത്. യൂഷ്വലി റോഡ് സേഫ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കാറുണ്ട്, കുറെ ആൾക്കാർ ഹെൽമെറ്റ് ഇടില്ല, ചിൻ സ്ട്രാപ്പ് ഇടില്ല, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ റോഡിൽ നിന്ന് റിയൽ ലൈഫ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്ച്വലി മനസ്സിലാക്കുന്നത് എത്ര ആൾക്കാർ ഈ റോഡ് സേഫ്റ്റി റൂൾസ് ആക്ച്വലി ഫോളോ ചെയ്യുന്നില്ല എന്ന്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ മെമ്പേഴ്സ് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കി എത്ര ആൾക്കാരാണ് ഈ റോഡ് സേഫ്റ്റി കാര്യമായിട്ട് എടുക്കാത്തതും ഒരുപാട് റൂൾസ് വയലേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു അവസരം ഒരുക്കി തന്ന റാണി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പലിനും മാനേജ്മെന്റിനും ചീഫ് ഗസ്റ്റ് ആയ സജീവൻ VV സാറിനും ഞാൻ താങ്ക്സ് പറയുന്നു. ഇപ്പോൾ ഇന്ന് സാറ് വന്നു, എന്നിട്ട് നമ്മൾക്ക് കാണിച്ചു തന്നു ഇത് സംഭവം എങ്ങനെ ഡീൽ ചെയ്യേണ്ടതും ഒരു റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം സാറ് വിശദീകരിച്ചു. എൻ്റെതായ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു, അതും സാറ് കറക്റ്റായിട്ട് എനിക്ക് ക്ലിയർ ചെയ്ത് തന്നു.
അപ്പം താങ്ക് യു സാർ, താങ്ക് യു മാനേജ്മെന്റ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ജ്യോതി, ഉഷ വൈഷ്ണവി, പ്രസീത രാജൻ, ഷെഫീൽ എന്നീ അധ്യാപകരും റോഡ് സുരക്ഷാ പ്രതിനിധികളായ 30ഓളം വിദ്യാർത്ഥികളും ഈ ചടങ്ങിന് മിഴിവേകി.